എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ശുഭദിനം നേരുന്നു. ഇന്ന് ഗണപതി ഭഗവാന് നിങ്ങൾക്ക് തരുവാനുള്ള ദിവ്യ സ്പെഷ്യൽ മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ലഭിച്ചിരിക്കുന്നത് 8 ഓഫ് സോർട്സ് കാർഡാണ്. അപ്പോൾ ഗണപതി ഭഗവാൻ പറയുന്നത്, നിങ്ങളെ ഇപ്പോൾ ബന്ധിതനായി തോന്നുന്ന ഒരവസ്ഥ യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ ചിന്തകളുടെ സൃഷ്ടിയാണ് എന്നാണ്. ഭയം, സംശയം, നെഗറ്റീവ് ചിന്തകൾ ഇവയാണ് നിങ്ങളുടെ യഥാർത്ഥ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. വിശ്വാസത്തോടെ ഒരു പടി മുന്നോട്ട് വയ്ക്കുവാനും അപ്പോൾ നിങ്ങളുടെ വഴികൾ തുറക്കപ്പെടും എന്നും പറയുന്നുണ്ട്. അടുത്തതായി ലഭിച്ചിരിക്കുന്നത് 4 ഓഫ് സോർട്സ് ആണ്. അപ്പോൾ ഗണപതി ഭഗവാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് വിശ്രമം ആവശ്യമുണ്ട് എന്നാണ്. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരു ചെറിയ ബ്രേക്ക് വേണം എന്നും പറയുന്നുണ്ട്. നിശ്ചലതയിൽ നിന്നാണ് ഡിവൈനായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുക എന്നും പറയുന്നുണ്ട്. അടുത്തത് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ഇതൊരു ശക്തമായ കാർഡാണ്. ഇതൊരു ഡിവൈൻ കോളിംഗ് ആണ്. നിങ്ങളുടെ പഴയ തെറ്റുകൾ, കുറ്റബോധം, അതുപോലെ തന്നെ സെൽഫ് ഡൗട്ട് ഇവയെല്ലാം വിട്ട് കളയുവാൻ പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നത്, ഇത് നിങ്ങളുടെ പുതുജന്മത്തിൻ്റെ സമയമാണ്. നിങ്ങൾ ഉയർന്നൊരു ലക്ഷ്യത്തിലേക്ക് വിളിക്കപ്പെടുകയാണ്. അടുത്ത കാർഡ് ലഭിച്ചിരിക്കുന്നത് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഭഗവാൻ അനുഗ്രഹത്തോടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കഠിനാധ്വാനം ഫലിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ശ്രമവും ശ്രദ്ധയോടെയും സമർപ്പണത്തോടെയും തുടരുവാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കുള്ള ചെറിയ പുരോഗതികൾ പോലും വലിയ വിജയത്തിലേക്കുള്ള വഴിയാണ് എന്നും പറയുന്നുണ്ട്. അവസാനമായി ലഭിച്ചിരിക്കുന്നത് ദ മജീഷ്യൻ കാർഡാണ്. ഇത് ഗണപതി ഭഗവാന്റെ ശക്തമായ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കഴിവുകളും ക്വാളിറ്റീസും സെൽഫ് കോൺഫിഡൻസും എല്ലാം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ ഈ ഒരു ചിന്തയെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കുവാനാണ് പറയുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുവാനും പറയുന്നുണ്ട്. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ എല്ലാം നീക്കി നിങ്ങളുടെ ബുദ്ധി ജ്വലിപ്പിക്കുകയും നിങ്ങളുടെ പ്രവൃത്തി ഫലവത്താക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ സമൃദ്ധിയും സമാധാനവും നിങ്ങൾക്ക് നിറയട്ടെ എന്നും ഭഗവാൻ പറയുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. നന്ദി, നമസ്കാരം.